ഏതാ ഈ പുതുമുഖം? പുതുമുഖമല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റേ, പാറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ വേണ്ട. See for yourself. തോർക്കണം. ചുറ്റിലും നന്മയുടെയും സന്തോഷത്തിന്റെയും സുഗന്ധം വരുത്താൻ കഴിഞ്ഞാൽ അത് നമ്മളിലേക്കും ആ സുഗന്ധം ഒഴുകും. അതെ, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ബ്ലസ്സനച്ചൻ. നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് മാത്രമേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സെന്റ് മേരീസ് ഇടവകയിൽ ഓരോ ജനങ്ങളുടെയും മനസ്സ് കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ബ്ലസ്സനച്ചൻ. അച്ഛനെ ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്തങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അധികാരികളോട് ഒത്തിരി വിധേയപ്പെട്ടുകൊണ്ട്, എന്നാൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അധികാരികളോട് ചോദിച്ചും പറഞ്ഞും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഡേവിസ് അച്ഛന്റെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ബ്ലസ്സനച്ചൻ. എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പോലും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ സ്വന്തം സഹോദരികളായി സ്വീകരിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. എന്ത് കാര്യം അച്ഛനോട് ചോദിച്ചാലും ഒരിക്കലും നോ എന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അച്ഛന് സെൻഡ് ഓഫ് കൊടുത്ത പല യൂണിറ്റുകളിലും ചെന്നപ്പോഴൊക്കെ അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ്റെ ചിരി. അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയും അച്ഛൻ്റെ പ്രസംഗവും. അതെ, അച്ഛൻ്റെ വിശുദ്ധ ബലിയിലും പ്രസംഗത്തിലൊക്കെ നമുക്കൊരിക്കലും മടുപ്പ് തോന്നാറില്ല. അതുപോലെ തന്നെ രോഗികളോടുള്ള അച്ഛൻ്റെ സമീപനം. എപ്പം ആര് വിശുദ്ധ കുർബാന വേണമെന്ന് പറഞ്ഞാലും എത്ര വയ്യെങ്കിൽ പോലും അച്ഛൻ വിശുദ്ധ കുർബാനയുമായി അവരുടെ അടുക്കലെത്തും. ഞാൻ പലപ്പോഴും അച്ഛനോട് ചോദിക്കാറുണ്ട്, അച്ഛൻ ജലദോഷോ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്തിനാ ഇന്ന് പോകുന്നത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോലെ. അപ്പോൾ അച്ഛൻ പറയും, ഇല്ല, അവര് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. കുമ്പസാരക്കൂട്ടിൽ എന്നും അച്ഛൻ ഒരിക്കലും ഒരു വ്യക്തി പോലും കുമ്പസാരിക്കാതെ പാവത്തിൽ ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നും കുമ്പസാരിപ്പിക്കുവാനായിട്ട് അച്ഛൻ തീഷ്ണത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഒത്തിരി മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യനിഷ്ഠ എന്നത് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഗുണമാണ്. പള്ളിയിൽ വരുമ്പോൾ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 അരമണിക്കൂർ മുൻപ് അച്ഛൻ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അതെല്ലാം നമുക്കൊരു മാതൃകയാണ്. അച്ഛൻ ഈ ഇടവകയിൽ നിന്ന് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അതൊരു തീരാൻ നഷ്ടമാണ്. നമ്മളെല്ലാവരും അച്ഛനെ ഒത്തിരി മിസ് ചെയ്യും. എങ്കിലും അച്ഛന്മാരായാൽ അവർക്ക് പോയേ തീരുകയുള്ളൂ. അവിടെയും അച്ഛൻ്റെ സ്നേഹവും നന്മയും മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഇവിടുന്ന് പോകുമ്പോൾ അച്ഛന് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ
താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെന്നോ ഒഴുകുകയോ. കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ.